എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 500 രൂപയ്ക്ക് ഉള്ളിൽ നമ്മളൊരു വയേർഡ് ഇയർഫോൺ നോക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് റിയൽമിയുടെ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്ന രണ്ട് പ്രോഡക്റ്റുകളാണ് ബഡ്സ് 2 നിയോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ വയേർഡ് ഇയർഫോണും, പ്ലസ് ഈ ഒരു 10 മാസങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ബഡ്സ് ക്ലാസിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ ഒരു കമ്പാരിസൺ, പ്ലസ് 10 മാസങ്ങൾക്ക് മുന്നേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബഡ്സ് ക്ലാസിക്കിൻ്റെ, അതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ ആണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രണ്ട് പ്രോഡക്റ്റുകളും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. എന്തായാലും ഫിസിക്കലി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ 11.2 mm ഡ്രൈവേഴ്സോട് കൂടിയിട്ട് നിയോ നമുക്ക് ലഭ്യമാകുമ്പോൾ 14.2 mm ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ക്ലാസിക് നമുക്ക് ലഭ്യമാകുന്നത്. ഡിസൈൻ ഇയർബഡ്സുകൾ നോക്കുവാണെങ്കിൽ ആ ഒരു മേജർ ഡിഫറൻസ് കാണാൻ സാധിക്കുന്നത് ഹാഫ് ഇൻ ഇയർ ഡിസൈനാണ് ബഡ്സ് ക്ലാസിക്കിലെങ്കിൽ നോർമൽ ആ ഒരു ഇയർ ടിപ്സുകളോട് കൂടിയിട്ടുള്ള ഡിസൈനാണ് നമ്മുടെ നിയോയിൽ കിട്ടുന്നത്. കൂടാതെ ഈ ഒരു ഇയർബഡ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു വയേഴ്സ് നോക്കുവാണെങ്കിൽ സെയിം തന്നെയാണ് കേട്ടോ. ഡിസൈൻ ആണെങ്കിലും തിക്നെസ് ആണെങ്കിലും ഒക്കെ ഒരേപോലെയൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ വലതുവശത്തെ ആ ഒരു കേബിളിലാണ് ഇൻലൈൻ കൺട്രോൾ പാനൽ നിയോയിൽ ലഭ്യമാകുന്നു എങ്കിൽ ഇവിടെ ക്ലാസിക്കിൽ വരുമ്പോഴത്തേക്ക് രണ്ട് വയേഴ്സും വന്നിട്ട് ജോയിന്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്താണ് നമ്മുടെ കൺട്രോൾ പാനൽ ക്ലാസിക്കിൽ കാണാൻ സാധിക്കുന്നത്. കൺട്രോൾ പാനൽസുകൾ നോക്കുവാണെങ്കിൽ ഏറ്റവും പിറകിലായിട്ട് റിയൽമി എന്ന് രണ്ടിടത്തും എഴുതിയിട്ടുണ്ട്. എന്നാൽ മൈക്ക് ക്ലാസിക്കിൽ പിറകിലാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് നിയോയിൽ വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിലാണ് ഈ ഒരു മൈക്കും അതുപോലെ തന്നെ MFBയും. ഇവിടെ നമ്മുടെ ക്ലാസിക്കിൽ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് മൈക്ക് MFB മാത്രമാണ് ഫ്രണ്ടിൽ എന്നുള്ളതാണ്. ഇത് മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ്. പിന്നെ ആ ഒരു ഡിസൈനിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്നാൽ സൈസ് ഒക്കെ സെയിം തന്നെയാണെന്നുള്ളതാണ്. കൂടാതെ ആ ഒരു താഴേക്കുള്ള കേബിൾ നോക്കുവാണെങ്കിൽ ഡിസൈനിലും ലെങ്തിലും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നാൽ ഈ ഒരു തിക്നെസ് നോക്കുമ്പോഴത്തേക്ക് ക്ലാസിക്കിന് ചെറുതായിട്ടൊക്കെ കൂടുതൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും 1.26 മീറ്റേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു ക്ലാസിക്കിൽ ലഭ്യമാകുന്ന കോഡ് ലെങ്ത് എന്ന് പറയുന്നത്. എന്നാൽ ജസ്റ്റ് 1 മീറ്റർ ആണ് നമ്മുടെ നിയോയിൽ ലഭ്യമാകുന്ന കോഡ് ലെങ്ത്. ഇനി ജാക്കുകളെ കുറിച്ച് പറയുവാണെങ്കിൽ 3.5 mm സിൽവർ പ്ലേറ്റഡ് ജാക്കാണ് നമുക്ക് ഇതിന്റെ കൂടെ രണ്ടിന്റെ കൂടെ ലഭ്യമാകുന്നത്. നിയോയിലാണെങ്കിൽ 90 ഡിഗ്രി ആംഗിൾഡ് ജാക്കാണ്. ഈ ഒരു 90 ഡിഗ്രി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മൂവീസ് കാണുമ്പോഴും ഗെയിം കളിക്കുമ്പോഴേക്കും നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട് ഇവരുടെ ഈ ഒരു നിയോയുടെ പ്രോഡക്റ്റിൽ. ഇനി മെയിൻ ഒരു കാര്യം നമ്മൾ ഫിസിക്കലി നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു കേബിൾ മാനേജർ. എന്നാൽ ഇപ്പോൾ ഈ ഒരു നമ്മുടെ ക്ലാസിക്കിൽ നോക്കുവാണെങ്കിൽ അതില്ല. എന്തായാലും അത് നമ്മുടെ ഡ്യൂറബിലിറ്റി പറയുന്ന സമയത്ത് ഞാൻ പറയാം. പക്ഷേ ഈ നിയോ ഇറങ്ങിയ സമയത്ത് തന്നെ കുറേ പേര് പറഞ്ഞൊരു കാര്യമായിരുന്നു, ക്ലാസിക്കിൽ കേബിൾ മാനേജർ ഉണ്ട്, എന്തുകൊണ്ട് അവർ ഈ ഒരു 100 രൂപ കൂടി കൂടുതലുള്ള ബഡ്സ് 2 നിയോയിൽ അത് കൊണ്ടുവന്നില്ല എന്നുള്ളത്. അപ്പോൾ റേറ്റ് നോക്കുവാണെങ്കിൽ 399 രൂപയാണ് ക്ലാസിക്കിന്. എന്നാൽ നമ്മുടെ നിയോയ്ക്കാണെങ്കിൽ 100 രൂപ കൂടിയിട്ട് 499 രൂപ, 500 രൂപ 400 രൂപ, ഇങ്ങനെയാണ് ആ ഒരു റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 400 രൂപ കൊടുത്തിട്ട് നമ്മൾ റിയൽമി ബഡ്സ് ക്ലാസിക് വാങ്ങിക്കണോ, അതോ 500 രൂപ 100 രൂപ കൂടി ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ബഡ്സ് 2 നിയോ വാങ്ങിക്കണോ, ഏതായിരിക്കും നമുക്ക് വർത്ത് ബൈങ്? എന്തായാലും ഈ ഒരു ഹാഫ് ഇൻ ഇയർ ഡിസൈൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചെവിയിലൊക്കെ ഇങ്ങനെ ഇരിക്കും, നമുക്ക് നന്നായിട്ട് പാട്ട് എൻജോയ് ചെയ്യാം. എന്നാൽ നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബഡ്സ് ക്ലാസിക് വാങ്ങിക്കാം. അതല്ല നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല ബേസ് ഒക്കെ കുറച്ച് നല്ല രീതിക്ക് കിട്ടണം, നമുക്ക് സറൗണ്ടിങ്സിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട, ഈ ഒരു പാട്ട് മാത്രം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബഡ്സ് 2 നിയോ മേടിക്കാം എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയായാലും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു റിയൽമി ബഡ്സ് ക്ലാസിക്കിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ അത് വാങ്ങിക്കണോ വേണ്ടെന്ന് ചൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ചെവിയിൽ വെക്കുമ്പോൾ രണ്ടിലും ആ ഒരു കംഫർട്ട് നമുക്ക് ലഭ്യമാകും എന്നുള്ളതിലും യാതൊരുവിധ സംശയവുമില്ല. ഇനി മ്യൂസിക് ക്വാളിറ്റി റിയൽമി ബഡ്സ് ക്ലാസിക്കിലാണെങ്കിലും നിയോയിലാണെങ്കിലും സെയിം ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു ഇയർ ടിപ്സുകളോട് കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ഉള്ളിലേക്ക് വെക്കുമ്പോഴത്തേക്ക് കുറച്ച് ആ ഒരു ബേസ് ഡോമിനേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീല് കിട്ടും എന്നുള്ളതാണ്. എന്നാൽ മ്യൂസിക് ക്വാളിറ്റി 10 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ റിയൽമി ബഡ്സ് ക്ലാസിക്കിൽ നിന്നും ഇപ്പോൾ ലഭ്യമാകുന്നത് വളരെ മോശമായിട്ടാണ്, ലോ ആയിട്ടുണ്ട്. കാരണം ബേസ് ഒട്ടുമില്ലാതെ ആ ഒരു സ്റ്റീരിയോ മാത്രം. അതിനൊരു റീസൺ എനിക്ക് തോന്നുന്നു
കണ്ടോ നമ്മുടെ കേബിൾ നോക്കുവാണെങ്കിൽ പിഞ്ചിപ്പോയി എന്നുള്ളതാണ്. അതായത് 10 മാസം ഇത് സ്ഥിരം യൂസ് ചെയ്യായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ചേച്ചിയുടെ മോള് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ഇത് സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ യൂസ് ചെയ്യാണ്ട് പോയതല്ല, യൂസ് ചെയ്തിട്ട് തന്നെയാണ്. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് അത് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അത് റെഫ്യൂസോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എന്നാലും ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി 399 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് ദേ നിങ്ങളിപ്പോൾ കാണുന്നതെന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ദേ ഇപ്പം തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറേയൊക്കെ വീണ്ടും പൊട്ടിപ്പോവാൻ ചാൻസസ് കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിയൽമി ബഡ്സ് ക്ലാസിക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുക. പിന്നെ ഈ ഒരു ബഡ്സ് 2 നിയോയുടെ കാര്യം ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, കാരണം ഈ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു മാസം ആകുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിലും എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഫിസിക്കലി നോക്കുമ്പോൾ ഈ ഒരു ഇയർബഡ്സിൻ്റെ വ്യത്യാസം അല്ലാണ്ട് വേറെ ഒന്നും തന്നെ നമുക്ക് ഇതിൽ ഡിഫറൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ ഒരു ഹാഫ് ഇയർ വേണമെങ്കിൽ ക്ലാസിക്കിലേക്ക് പോവുക, അതല്ല നിങ്ങൾക്ക് ബഡ്സ് 2 ആ ഒരു ഇയർ ടിപ്സുകളോട് കൂടിയിട്ടുള്ള വേണമെങ്കിൽ ബഡ്സ് 2ലേക്ക് പോവുക. ഒയർ പൊട്ടിപ്പോകുന്നു എന്നുള്ളൊരു ചെറിയ പ്രശ്നം, പ്ലസ് ഈ ഒരു മ്യൂസിക്കിൻ്റെ പ്രശ്നം ഭയങ്കര ലോ ആയിട്ടുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തിയാൽ, എന്നാൽ ഈ 2 കാര്യങ്ങളും നല്ല മേജർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിന്തിക്കുക, വീണ്ടും ഒന്നുകൂടി ചിന്തിക്കുക, റിയൽമി ബഡ്സ് ക്ലാസിക് വാങ്ങിക്കണോ വേണമോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബഡ്സ് ക്ലാസിക്കിൻ്റെയും ബഡ്സ് 2 നിയോയുടെയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലായി, പ്ലസ് ക്ലാസിക്കിൻ്റെ ഡ്യൂറബിലിറ്റിയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.